സൈലം ലേണിംഗ് അമൃത മിസ് ആണ്. അപ്പം മകളെ, നമ്മൾ 5ാം ക്ലാസ് അടിപൊളിയായി തകർത്ത് പഠിച്ചു അല്ലേ? ഇനി നമ്മൾ പോകാൻ പോകുന്നത് 6ാം ക്ലാസ്സിലേക്കാണ്. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ വർഷം നമുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നു നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ പുതിയ ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ കിട്ടിയപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളൊന്നും നമ്മുടെ കയ്യിലില്ല, നോട്ടുകളില്ല, നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസ് എവിടെ അവൈലബിൾ അല്ല. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എൻ്റെ മക്കൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ, ഫേസ് ചെയ്തതാണ്. പക്ഷെ അതൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്തു, ഒരുമിച്ച് നിന്ന് ഫേസ് ചെയ്തു. സൈലത്തിൻ്റെ കൂടെ നിങ്ങൾ നിന്ന് പഠിച്ച് നമ്മൾ ഉഷാറായിട്ട് ആനുവൽ എക്സാം എഴുതി സൂപ്പർ മാർക്ക് തന്നെ എല്ലാവരും നേടിയിട്ടുണ്ടാവും. റെഡി? അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് 6ാം ക്ലാസ്സിലേക്കാണ്. ഈ 6ാം ക്ലാസ്സിലും നിങ്ങളെ കാത്തിരിക്കുന്നത് പുതിയ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയായിരിക്കും പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളടക്കം, എന്തൊക്കെ പുതിയ കണ്ടന്റുകളായിരിക്കും, ഏതൊക്കെയായിരിക്കും നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ്, ഇതൊന്നും നമുക്കറിയില്ല. കാരണം പുതിയ ടെക്സ്റ്റ് ബുക്ക് ഇതുവരെ വന്നിട്ടില്ല. എന്നാലും നമുക്കറിയാം, കഴിഞ്ഞ വർഷത്തെ 5ാം ക്ലാസ്സിൻ്റെയും 7ാം ക്ലാസ്സിൻ്റെയും ടെക്സ്റ്റ് ബുക്ക് മാറിയത് വെച്ച് നമുക്ക് ഏകദേശ രൂപം പറയുവാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവാൻ പോകുന്ന ചാപ്റ്ററുകൾ ഇത് തന്നെ ആയിരിക്കും. അതായത് ഇതാണ് ഈ കാണിച്ചിരിക്കുന്നതാണ് കഴിഞ്ഞ വർഷത്തെ, അതായത് പഴയ 6ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ആംഗിൾസിനെ കുറിച്ച് പഠിക്കാനുണ്ട്, അതായത് കോണുകളെ കുറിച്ച് പഠിക്കാനുണ്ട്, പെർസെൻറ്റേജ് എന്ന് പറയുന്നതിനെ കുറിച്ച് പഠിക്കാനുണ്ട്, ലെറ്റർ മാത്ത്, നമ്പറുകൾക്ക് പകരം ആൽഫബറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള കണക്കുകൾ പഠിക്കാനുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാനുണ്ട്, അതേപോലെ വോള്യത്തിനെ കുറിച്ച്, വ്യാപ്തത്തിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പം ഇതൊക്കെ തന്നെയായിരിക്കും നിങ്ങളുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെയും കോണ്ടന്റുകൾ എന്ന് പറയുന്നത്, അതായത് ഉള്ളടക്കം എന്ന് പറയുന്നത്. കുറച്ച് ചില കാര്യങ്ങൾ ചിലപ്പോൾ ആഡ് ചെയ്യുകയോ ചില കാര്യങ്ങൾ ചിലപ്പോൾ എടുത്ത് കളയുകയോ ചെയ്തിട്ടുണ്ടാകും. അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി കാര്യങ്ങൾ ഏകദേശം ഇത് തന്നെയായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാം, ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം 14 അല്ലേ, മൊത്തം 11 ചാപ്റ്ററുകൾ ഉണ്ട്. അത്യാവശ്യം നല്ല അടിപൊളി ചാപ്റ്ററുകളാണ്, അത്യാവശ്യം പഠിക്കാനുള്ള ചാപ്റ്ററുകളാണ്. പക്ഷെ എന്ത് ചെയ്യേണ്ട, ആരും തന്നെ ടെൻഷൻ അടിക്കേണ്ട. ചാപ്റ്ററുകൾ മാറിക്കോട്ടെ, ടെക്സ്റ്റ് ബുക്ക് മാറിക്കോട്ടെ, പക്ഷെ നമ്മൾ അടിപൊളിയായിട്ട് ഫസ്റ്റ് മുതലേ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 6ാം ക്ലാസ്സും അടിപൊളിയാക്കാം. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ നമ്മുടെ സൈലത്തിൻ്റെ ഓൺലൈൻ ബാച്ചായ വജ്ര ബാച്ചിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, 6ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്ക് മാറിയ സിലബസ് അനുസരിച്ചായിരിക്കും നമ്മൾ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിപ്പിക്കുക. ഇനി എന്തുണ്ടാവും, അതിലൊക്കെ മോഡൽ ക്വസ്റ്റ്യൻസ്, നമുക്ക് എവിടെയും കിട്ടാത്ത മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് നമുക്ക് ഉണ്ടായിരിക്കും. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതിന് യൂണിറ്റ് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സാണ് നമ്മുടെ സൈലത്തിൻ്റെ വജ്ര ബാച്ചിൽ നമ്മൾ കിട്ടുന്നത്. ഓക്കെ, ഇപ്പം ജോയിൻ ചെയ്യുകയാണെങ്കിൽ 2750 റുപ്പീസ് മാത്രമേ ഉള്ളൂ. അപ്പം തന്നെ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ആദ്യം മുതലേ നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം. ഇതിൽ നമുക്ക് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ബാച്ചിൽ പഠിപ്പിച്ചു തുടങ്ങും. അപ്പോൾ ആരും തന്നെ ക്ലാസ്സുകളൊന്നും മിസ് ചെയ്യരുത്. തുടക്കം മുതലേ ഉണ്ടായിരിക്കും, എല്ലാ ടീച്ചേഴ്സും ഉണ്ടായിരിക്കും. അടിപൊളിയായിട്ടിരിക്കാൻ നമുക്ക് ബാച്ചിൽ വെച്ച് കാണാം.